ഇന്നലെ രാത്രിയിൽ അതിന് സൂറത്ത് ഷിപ്പ് റെസ്ക്യൂഡ് ക്രൂ ഒരു 18 റെസ്ക്യൂഡ് ക്രൂവിനെ ഇന്നലെ രാത്രിയിൽ മംഗലാപുരത്ത് എത്തിച്ചു. രാത്രി ഫുൾ നൈറ്റ് 2 കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സച്ചേത്തും സമുദ്രപ്രേരയും ആ ഏരിയയിൽ ഉണ്ടായിട്ട് അവർ ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് മനൂവേഴ്സ് ആയിരുന്നു. ആ മനൂവർ ചെയ്ത് അവർ അറ്റ്ലീസ്റ്റ് കുറച്ച് ഡിസ്റ്റൻസ് എത്തിയിട്ട് അവിടെ നിന്ന് അവർ വാട്ടർ ജെറ്റ് വെച്ചിട്ട് ഷിപ്പിനെ കൂളിംഗ് ചെയ്തുകൊണ്ടിരുന്നു ഫുൾ നൈറ്റ്. ബാക്കി ഷിപ്സ് എല്ലാം 4 മിസ്സിംഗ് പേഴ്സൺസിനുള്ള തെരച്ചിൽ പോയായിരുന്നു. അതിന് സത്ലജ് ആ ഏരിയയിലുണ്ട്. അതിന് സൂറത്ത് ഇന്നലെ ഡിസംബർ ആയിട്ട് വീണ്ടും ആ ഏരിയയിലോട്ട് ഓഗ്മെന്റ് ചെയ്യാൻ വേണ്ടി വരും. ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡ് ഡോണിയർ ഏരിയൽ സർവൈലൻസിന് വേണ്ടി പോയിട്ടുണ്ട്. ഒരു ഏരിയൽ വ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ വാട്ട് ഇസ് ദ സ്റ്റേറ്റ്. ഞാൻ അറിഞ്ഞിരിക്കുന്ന ഷിപ്പ് ആസ് ഓഫ് നൗ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ഷിപ്പ് ഇസ് ഓൺ ഈവൻ കീൽ, ചരിഞ്ഞിട്ടൊന്നുമില്ല. ഫയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ആസ് ഓഫ് നൗ. സോ ഇതൊരു ഡോണിയർ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഫർദർ അനലൈസസ് പറയാൻ പറ്റുള്ളൂ. ഫയർ ഫൈറ്റിംഗ് എങ്ങനെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്? എപ്പോഴാരംഭിച്ചത്? എങ്ങനെയാണ് ഇനി അതിന്റെ ഒരു ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഈസി ടാസ്ക് അല്ല ഇങ്ങനെ ഒരു കത്തുന്ന ഷിപ്പിന്റെ അടുത്തോട്ട് പോയിട്ട് ഹൈ പ്രഷർ വെള്ളം ഇത് ചെയ്യുന്നത്. ബിക്കോസ് കണ്ടെയ്നേഴ്സ് ഫ്ലോട്ട് ചെയ്യുക, ആ കണ്ടെയ്നേഴ്സ് ഈ പോകുന്ന ഷിപ്പിന്റെ പ്രൊപ്പലേഴ്സിനെ എഫക്ട് ചെയ്തിട്ട് അതിന് ഡേഞ്ചറാണ്. പക്ഷെ എന്നിട്ടും ഒരു കാൽക്കുലേറ്റീവ് റിസ്ക് കമാൻഡിങ് ഓഫീസേഴ്സ്, ഈ എല്ലാ ഷിപ്പിന്റെ കമാൻഡിങ് ഓഫീസേഴ്സ് എടുത്ത് അവർ അതിനുവേണ്ടി ട്രെയിൻഡ്, ഇങ്ങനെയുള്ള അഡ്വേഴ്സ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള വേണ്ടി അവർ ട്രെയിൻഡ്.